ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പൊതുവെ സംഭവബഹുലമായ വലിയൊരു മാറ്റങ്ങളൊന്നും മാർക്കറ്റിൽ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് നോക്കിയറിയായിട്ട് നമ്മുടെ റഫറൻസ് ലെവൽ ട്രേഡൊക്കെ പൊട്ടി നിഫ്റ്റി താഴേക്ക് വന്ന് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റും തന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ബെയറിഷ് റഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റും ഓൾമോസ്റ്റ് സെക്കൻഡ് ടാർഗറ്റും തന്നിട്ടുണ്ടായിരുന്നു. മിഡ് ക്യാപ്പും നമ്മുടെ ബെയറിഷ് റഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് തന്നോളൂ, തിരിച്ച് ആ ഭാഗത്ത് തന്നെ കടന്നു വീണു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മോർണിംഗിൽ ആദ്യത്തെ ഒരു മണിക്കൂറിൽ ഉണ്ടായ സെല്ലിങ്ങിന്റെ ആ ഒരു സ്ട്രോങ്നെസ് നമ്മളെ മാർക്കറ്റിൽ ഞാൻ കണ്ടില്ല. ചുരുക്കി പറഞ്ഞ ആ ഭാഗത്തൊക്കെ തന്നെ മാർക്കറ്റ് കിടന്ന് കളിച്ച് അവിടെ അങ്ങനത്തെ ഒരു എക്സിറ്റ് ഒരു വലിയൊരു പ്രോഫിറ്റബിൾ ആയ രീതിയിലുള്ള ട്രേഡിംഗ് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊന്നും കൃത്യമായി കണ്ടില്ല. ഒരു പാമ്പ് അഴയുന്നത് പോലെ ബെയറിഷ് റഫറൻസിന്റെ ഭാഗത്ത് ഇഴഞ്ഞു കിടന്ന് കളിച്ചതല്ലാതെ വേറെ വലിയൊരു മാറ്റമൊന്നും മിഡ് ക്യാപ്പിൽ കണ്ടിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയാൽ മിഡ് ക്യാപ്പ് പക്ക ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ്. ബി പീരീഡിലാണ് മാർക്കറ്റ് റിവേഴ്സ് ഇരിക്കുന്നത്. ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ചെറിയൊരു നോർമൽ ഡേ ആയിരുന്നു. പക്ക ഒരു ബാലൻസ് വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് എൽ പീരീഡിൽ ഒരു സ്പൈക്ക് അപ്സൈഡൊക്കെ മുകളിൽ തന്നു, പക്ഷെ അതിനൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് തിരിച്ചിറങ്ങി പി ഒ സിയുടെ ഭാഗത്തൊക്കെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ചുരുക്കി പറഞ്ഞ ഒരു ബാലൻസ് ഡേ ആയിരുന്നു. ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ്. പി ഒ സി വന്നേക്കുന്നത് 13,636 ഭാഗത്താണ് പി ഒ സി. ഇപ്പൊ ഞാൻ ആദ്യം ഒന്ന് എങ്ങോട്ട് മാറ്റി വയ്ക്കാം ആ പി ഒ സിയെ? 13,636 ഭാഗത്തേക്ക് ആ പി ഒ സി ഒന്ന് കൊണ്ട് തള്ളി മുകളിലോട്ട് കയറ്റി വയ്ക്കുക. കാരണം ഇപ്പം നമുക്ക് നോക്കുമ്പോൾ കുറച്ച് പാടം അറിയാൻ പറ്റില്ല. അപ്പൊ 13,636 ഭാഗത്തേക്ക് 13,637 ഭാഗത്തേക്ക് ആ പി ഒ സി ഞാനൊന്ന് കയറ്റി വെച്ചു. ഇതാണ് മിഡ് ക്യാപ്പിന്റെ. ഇനി നമുക്ക് ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് 13,713 മുകളിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് നിൽക്കുകയാണ്. ഇന്നലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 3-4 ദിവസത്തെ വാല്യൂ ഏരിയ ലോ ആയ 13,700 ഇന്നലത്തെ വാല്യൂ ഏരിയ ലോ 13,713 മുകളിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. 13,743 ഭാഗത്തേക്ക് പോകും. 6-1 എന്ന് പറയുമ്പോൾ 13,743 ഭാഗത്തേക്ക് പോകാനും R2 അതിന് മുകളിൽ എവിടെ വരെ പോവാം? ഫസ്റ്റ് സെക്കൻഡ് ടാർഗറ്റ് 13,782. എത്രയാണ്? 13,782 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ R3 എന്ന് പറയുന്നത് 13,834 ഭാഗത്തേക്ക്, എത്രയാണ്? 13,834 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 712 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ കണ്ടല്ലോ, ഇന്നലത്തെ ഫ്രൈഡേയിലെ പ്രൊഫൈൽ. ഈ പ്രൊഫൈലിന്റെ കുറച്ച് ഏരിയകളൊക്കെ ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്. അങ്ങോട്ടൊക്കെ വന്ന് ആ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു എത്തുനോട്ടൊക്കെ നോട്ടി വേണമെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കണം. കാരണം ഓപ്ഷൻസിന്റെ പ്രൈസ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. നമ്മളെ വൃത്തിക്ക് ഭക്ഷണം കഴിച്ച് ട്രേഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഏമ്പൊക്കെ വിടുന്നത് പോലെ ഇതിൽ അങ്ങനെ ഒരു ഹാപ്പിനെസ്സോട് കൂടി ഒരു ട്രേഡ് മിഡ് ക്യാപ്പിന് ഇപ്പം പോസിബിൾ ആയി വരുന്നില്ല. ഭയങ്കര റേഞ്ചിൽ കിടന്നുള്ള പ്ലേ ആണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ 13,580 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച്, എത്രയാണ്? 13,580 ഇന്നലത്തെ ലോവർ ലെവലായ 13,580 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വരാം? 13,540 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 13,540 ഭാഗത്തേക്ക് വരാം. 13,540 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരാം. സെക്കൻഡ് ടാർഗറ്റ് നമ്മളെ ബിഗ് റൗണ്ട് നമ്പർ ആയ 13,500 ഭാഗത്തേക്ക്, 13,500 ഭാഗത്ത് 13,500 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ നിൽക്കുന്ന സമയത്ത് 13,460 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 13,580 പൊട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇന്നത്തെ ബി പീരീഡിന്റെ ലോവർ ലെവൽ സ്ട്രക്ചറിന് താഴെ മാത്രമേ ഇനി ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതാണ് ഞാൻ 13,580 റെഫറൻസ് ലെവൽ വെച്ചുകൊണ്ട് ഞാനത് പറഞ്ഞത്. ഇനി ബാങ്ക് നിഫ്റ്റി. ഇന്നലെ വന്ന HDFC ബാങ്കിന്റെ റിസൾട്ട് ബാങ്ക് നിഫ്റ്റിയെ തുണച്ചില്ല. ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് ഇന്നലത്തെ ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്ന് ORR അപ്പ് ആയിട്ടാണ് വന്നത്. പക്ഷേ
വലിയൊരു മൂവ്മെന്റ്. കാരണം ബാങ്കുകളിലെ പൊതുവെ HDFC ബാങ്ക് 5% ഡൗൺ ആയിരുന്നു, SBI ഡൗൺ ആയിരുന്നു, ICICI ബാങ്ക് 2% ഡൗൺ ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ICICI ബാങ്ക് വളരെ വീക്ക് ആയിരുന്നു. ബാക്കി HDFC ബാങ്ക് പിടിച്ചു നിന്ന് വേണമെങ്കിൽ പറയാം. ആ പക്ക ഒരു ബാലൻസ്ഡ് ഡേ, ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈൽ ബാലൻസ് ഡേ ആണ് ബാങ്ക് നിഫ്റ്റിക്ക് ഉള്ളത്. 59,822 ഭാഗത്താണ് POC. ഇപ്പൊ ഞാൻ ആദ്യം ഒന്ന് POC ഒന്ന് മാർക്ക് ചെയ്യുക. 59,822 ഭാഗത്താണ് POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഫ്രഷ് ബൈയിങ് എന്ന് പറഞ്ഞാൽ 60,149 മുകളിൽ മാത്രം, ഇന്നലത്തെ ആ ഒരു ഏരിയ 6149 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് കൃത്യമായി നിങ്ങൾ ഓർത്തോളുക. അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോവാം? ഫസ്റ്റ് ടാർഗറ്റ് 60,253 ഭാഗത്തേക്ക്. എത്രയാണ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ? 60,253, 60-25 ട്രേഡ് ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് 60,390 ഭാഗത്ത്, എത്രയാണ്? 60,390, 6390 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 60,500, 60,500 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലായി. അപ്പം 6149 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് അതിനെ ഫോക്കസ് ചെയ്യുക. ഇനി നമുക്ക് ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ, ബെയറിഷ് റഫറൻസ് ഇനി എടുക്കേണ്ടത് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇനി ബെയറിഷ് റഫറൻസ് എടുക്കണം. അത് പറഞ്ഞാൽ ഒരു 59,700 താഴെ മാത്രമേ ഞാനൊരു സെല്ലിംഗ് ഉള്ളൂ. എത്രയാണ്? 59,700 താഴെ സസ്റ്റെയിൻ, 59,700 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെല്ലിംഗ് എടുക്കും. അത് ഫസ്റ്റ് ടാർഗറ്റ് 59,580, 59,580, പഴയ ഒരു POC ആണ്. 59,580 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് 59,460, 59,460 ഭാഗത്തേക്ക്, 59,460 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 59,330 ഭാഗത്തേക്ക്. എത്രയാണ്? 59,330 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 59,700 പൊട്ടാണെങ്കിൽ ഈ ഒരു റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാം. ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അപ്പ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. ഇന്നത്തെ ഡേ ടൈപ്പ് പക്ക ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈലാണ്, പക്ക ഒരു ബാലൻസിംഗ് ആണ് ബാങ്ക് നിഫ്റ്റി തന്നിരിക്കുന്നത്. ഇനി നിഫ്റ്റി ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് എന്ന് തോന്നിക്കുന്നത് പോലെ അവ നമ്മളെ പറ്റിച്ചു കഴിഞ്ഞു. ന്യൂട്രൽ ഡേ ആണ് നിഫ്റ്റി. രണ്ട് സൈഡിലും ബ്രേക്ക് ചെയ്ത് നടുക്ക് വന്ന് ക്ലോസ് ചെയ്ത പക്ക ഒരു ന്യൂട്രൽ ഡേ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. ഇന്നലെയും നിഫ്റ്റി ന്യൂട്രൽ ഡേ ആയിരുന്നു, ഇന്നും നിഫ്റ്റി ന്യൂട്രൽ ഡേ. അപ്പൊ ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ ഡേ എന്ന് പറയുമ്പോൾ ഓർത്തോളുക, there will be a move coming. എപ്പോഴും ഓർത്തോളുക, മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ ഡേയ്സ് ആണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും എന്ത് ചെയ്യാം? there will be a മൂവ് കമ്മിങ്, ഒരു മൂവ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് നാളെ എക്സ്പയറി ആണ്, വീക്കിലി ലാസ്റ്റ് എക്സ്പയറിക്ക് മുമ്പുള്ള തേർഡ് എക്സ്പയറി ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാളെ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് ഓപ്ഷൻ റൈറ്റേഴ്സിന്റെ മാത്തമാറ്റിക്സ് ആയിരിക്കും നാളെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് ഓർത്തോളുക. നിഫ്റ്റിയുടെ POC വന്നേക്കുന്ന 25, പക്ക പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ POC വന്നേക്കുന്നത് 25,549 ഭാഗത്താണ് POC. അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 25,549 ഭാഗത്താണ് POC. 29,549 ഭാഗം, 26,549 ഭാഗത്താണ് POC നിൽക്കുന്നത്. ഇനി നമുക്ക് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 25,655 മുകളിൽ മാത്രമേ ഞാൻ ഇന്നലെ കഴിഞ്ഞ 3 ദിവസത്തെ റേഞ്ചിന്റെ വാല്യൂ ഏരിയ ഹൈ 25,656 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുള്ളൂ. ആ ബൈ ഫസ്റ്റ് ടാർഗറ്റ് എവിടെയാണ്? 25,600. എത്രയാണ്? 25,700, 25,700 ഫസ്റ്റ് ടാർഗറ്റ്, 25,700 ഫസ്റ്റ് ടാർഗറ്റിന്റെ ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,740 ഭാഗത്തേക്ക്, R2 എന്ന് പറഞ്ഞാൽ 25,740, 25,740 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് നമ്മൾ 25,782 ഭാഗത്തേക്ക്, ഇന്നലെ ആ റേഞ്ചിന്റെ വാല്യൂ ഏരിയ ഹൈ ആയി 25,782 ഭാഗത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ 25,656 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഈ ഒരു ബൈയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അത് ആ റെഫറൻസ് ലെവലിൽ കൃത്യമായി ട്രേഡ് ചെയ്യാൻ വേണ്ടി അതും കൂടെ ചിന്തിക്കുക. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 25,486 താഴെ മാത്രമേ ഞാനൊരു സെല്ലിംഗ് ചെയ്യുന്നുള്ളൂ. 25,500 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പഴയ റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,460 ഭാഗത്തേക്ക്, 25,460, 25,460 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,415 ഭാഗത്തേക്ക് വരാനും,
തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,365 25,365 ഭാഗത്തേക്ക് വരെ. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഇതാ നമ്മുടെ ഈ 380 90 അതാണ് ഈ സിംഗിൾ പ്രിന്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 25,500 പൊട്ടയാണെങ്കിൽ നിഫ്റ്റിയിൽ ലക്ഷ്മണ രേഖയാണ്. ലക്ഷ്മണൻ കാത്തു സൂക്ഷിക്കൂല. 500 പൊട്ടയാണെങ്കിൽ നല്ല രീതിക്ക് താഴേക്ക് അടിക്കാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നാളെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ഓപ്ഷൻ 25,500 പുട്ട് റൈറ്റിങ്ങും 25,600 മുകളിലെ 25,500 പുട്ടും 25,600 കോൾ റൈറ്റിംഗ് രണ്ടിന്റെ റൈറ്റിംഗിന്റെ OA നോക്കുക. നാളത്തെ മാത്തമാറ്റിക്സ് ഈ OA ആയിരിക്കും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്ത് തരുന്നത്. ഇതാണ് എനിക്ക് പൊതുവെ മാർക്കറ്റിൽ പറയാനുള്ളത്. മാർക്കറ്റിൽ പക്ക ഒരു ബാലൻസിങ് മോഡാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയൊരു കയറ്റമോ ഇറക്കമോ മാർക്കറ്റിൽ വരുന്നില്ല. കയറുന്തോറും അടിക്കുന്നു, ഇറങ്ങുന്തോറും ബൈ ചെയ്യുന്നു. അങ്ങനെ ഒരു അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ മോഡലാണ് മാർക്കറ്റ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. സോ എല്ലാവരും വീഡിയോ കാണുക. ഒരു അറിയിപ്പുണ്ട്, നമ്മുടെ ഓഫ്ലൈൻ സെഷൻസ് ഈ ഫെബ്രുവരിക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 6 സീറ്റേ ഉള്ളൂ, ഇനി 3 സീറ്റേ വേക്കൻ്റ് ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രിവാണ്ടത്തുള്ളതാണോ അല്ലെങ്കിൽ ട്രിവാണ്ടത്ത് വന്ന് എൻ്റെ കൂടെ ഇരുന്ന് ഫ്രൈഡേയും സാറ്റർഡേയും ട്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ച് ലൈവായിട്ട് ട്രേഡ് എൻ്റെ കൂടെ ഇരുന്ന് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തമ്മിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ ഫെബ്രുവരി 14 ട്രിവാണ്ടത്ത് വെച്ച് നമ്മുടെ പറയില്ലേ വാലന്റൈൻസ് ഡേ, പെണ്ണിന് പകരം പണത്തെ സ്നേഹിച്ച ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് അന്നൊരു 1 ഡേ പ്രോഗ്രാം ഉണ്ട്. സ്പീക്കേഴ്സ്, ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ ഞാനും, സൈക്കോളജിയെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നതും, അതിന്റെ കൂടെ ഇൻവെസ്റ്റ്മെന്റ്സിനെയും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നിഖിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പെൻഡാർ സെക്യൂരിറ്റീസ് നിഖിലുണ്ട്. ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് 5 പൈസയാണ്. സോ ഈ ഒരു വരുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് വീഡിയോ മറക്കാതിരിക്കുക. ടേക്ക് കെയർ, ഹാപ്പി ട്രേഡിംഗ്.